പരിശുദ്ധ നാമം. ഈ പ്രഭാതത്തിൽ എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരും രണ്ട് കരങ്ങളും ഉയർത്തി Let's sing together. Hallelujah. Let's make a joyful noise unto the Lord. Hallelujah. Let's celebrate His name. Hallelujah. One more time. Hallelujah. സൈന്യങ്ങളുടെ യഹോവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇന്നത്തെ ധ്യാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവേ അവിടുന്ന് എന്നോട് സംസാരിക്കണമേ, ഇന്ന് അവിടുന്ന് എന്നോട് സംസാരിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി അങ്ങയുടെ ശബ്ദത്തിനായി, അങ്ങയുടെ ഒരു വാക്കിനായി. 139 സങ്കീർത്തനം 13 മുതൽ 17 വരെ. നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികുടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് വേണ്ടിയുള്ളത് എത്ര ഘനമേറിയത്. അടുത്തത്, അവയുടെ ആകത്തുകയും എത്ര വലിയത്. അവയുടെ ആകത്തുകയും എത്ര വലിയത്. ദൈവമേ, എനിക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ എത്ര വലിയത്, അവയുടെ ആകത്തുകയും എത്ര ഘനമേറിയത്. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചിന്തയുള്ള ഒരു ദൈവം, ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുവാൻ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യം എത്ര. മിക്കപ്പോഴും എന്നെ കുറിച്ച് ആർക്കും ചിന്തയില്ല എന്ന ചിന്തകൾ നമ്മെ വേണ്ടയാടാറുണ്ട്. ജീവിതത്തിൽ ഉയരുന്ന അലകൾക്ക് മുമ്പിൽ, വെല്ലുവിളികൾക്ക് മുമ്പിൽ, when the storms rises against us, we think nobody has any thought for me. എനിക്ക് വേണ്ടി ആർക്കും ഒരു ചിന്തയില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. But the creator God, see the speciality of this creator. ഈ സൃഷ്ടിതാവാൻ ദൈവത്തിന്റെ ആ സൃഷ്ടിയുടെ ആ ചിന്ത നോക്കിക്കേ. ആദ്യം മുതൽ നാം വായിക്കുന്നു, യഹോവേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ. പാസസിനോ ആ 13-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികുടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. When I was just a mangle of flesh, when I was just a mangle of flesh, when I was just a substance that none could recognize me, എന്നെ ആർക്കും തിരിച്ചറിയാൻ കഴിയാതിരുന്നപ്പോൾ എന്നെ അറിഞ്ഞൊരു ദൈവം, and he thinks about you, about me. ആ ദൈവം നിങ്ങളെ ഓർത്ത് ചിന്തിക്കുന്നു, എന്നെ ഓർത്ത് ചിന്തിക്കുന്നു. ചിന്തയുള്ള, തന്റെ സൃഷ്ടിയെക്കുറിച്ച് ചിന്തയുള്ള യേശുവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ ദൈവം നമുക്ക് തന്ന കൃപ എത്ര വലുത്. ഈ പകൽ നിരാശപ്പെട്ടിരിക്കാനല്ല, വിഷമിച്ചിരിക്കാനല്ല,
വേദനിച്ചിരിക്കാനല്ല, തലകുനിഞ്ഞിരിക്കാനല്ല, ഏതെങ്കിലും മൂലയിൽ തളച്ചിടപ്പെട്ടവരായി രോഗങ്ങൾക്കോ കടഭാരങ്ങൾക്കോ നാശനഷ്ടങ്ങൾക്കോ തലകുനിച്ച് ജീവിതം മടുത്തു എന്ന് പറഞ്ഞിരിക്കുവാനല്ല. ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, how precious are the thoughts for me. എനിക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ എത്ര വലുത്. മാർവിൽ കരം വെച്ച് ഉറക്ക വിളിച്ചു പറ, എന്റെ ദൈവമേ, എനിക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വലിയ ചിന്തകൾക്കായി ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വലിയ വിചാരങ്ങൾക്കായി ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വലിയ ചിന്തകൾക്കായി ഞാൻ നന്ദി പറയുന്നു. രണ്ട് കരങ്ങളും മാർവോട് ചേർത്ത് എന്നോടൊപ്പം ഈ പാട്ട് ഇവിടെ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ, ഈ ആരാധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, രണ്ട് കരവും അഭിമാനത്തോടെ മാർവോട് ചേർത്ത് വെച്ച് ഉറക്ക വിളിച്ചു പറ, എനിക്ക് വേണ്ടി ചിന്തയുള്ള ഒരു ദൈവം, എന്നെ കരുതുന്ന ഒരു ദൈവം, എന്റെ ജീവിതത്തിൽ നടക്കേണ്ട ഓരോ നന്മയുടെ വഴികൾ അത് നന്നായി അറിയാവുന്ന ദൈവം, എന്റെ ഉയർച്ചയെ കുറിച്ച് നന്നായി രൂപരേഖയുള്ള ഒരു ദൈവം, എന്റെ അഭിവൃദ്ധിയെ കുറിച്ച് രൂപരേഖ നന്നായിട്ട് ഉണ്ടാക്കിയ ഒരു ദൈവം, എന്റെ നിത്യജീവന്റെ വഴി ഒരുക്കിയ ദൈവം, യേശു എന്ന ദൈവപുത്രനെ, വഴിയും സത്യവുമായവൻ ജീവനുമായവൻ എനിക്ക് വേണ്ടി ഒരുക്കിയ ദൈവം. ദാസസിനും യെശയ്യാപ്രവചനം 53-4 അധ്യായത്തിന് അതിന് 8-9 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളെക്കാളും, ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളെക്കാളും വലിയതാണ്. 85-ാം സങ്കീർത്തനം തോന്നുന്നു, 92-ല് നമ്മിങ്ങനെ വായിക്കുന്നത്, യഹോവേ, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ. വേറൊന്നുമില്ലെങ്കിലും എന്നെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു യേശു ഉണ്ടെന്നൊരു ബോധ്യം പ്രശ്നങ്ങളുടെ മീതെ തല ഉയർത്തുവാൻ നമ്മെ സഹായിക്കും. ഇന്നത്തെ വെല്ലുവിളി നിങ്ങളെ നശിപ്പിക്കത്തില്ല. ഇന്നത്തെ രോഗം നിങ്ങളെ നശിപ്പിക്കില്ല. ഇന്നത്തെ സാമ്പത്തിക കെടുതി നിങ്ങളെ നശിപ്പിക്കത്തില്ല. ഇന്നത്തെ തകർച്ച നിങ്ങളുടെ അവസാനമല്ല. You have a future. You have a future. നിനക്കൊരു ഭാവിയുണ്ട്. നിനക്കൊരു കാരണം നിനക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്കൊരു ഭാവിയുണ്ട്. എനിക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ട്. രണ്ട് കരവും ഉയർത്തി ഉറക്കം പറ, എനിക്കൊരു ഭാവിയുണ്ട്. എനിക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ബിസിനസ്സിന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ നാമം യേശു. രണ്ട് കരങ്ങളും ഉയർത്തി ഞാൻ ഒന്നിച്ച് എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഞങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുന്ന സകല വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഈ സന്ദർഭത്തിൽ കരങ്ങളെ ഉയർത്തി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധി, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതി സ്തോത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് എത്രയും ശബ്ദത്തിൽ വാതുറന്ന് ആ ഭവനത്തിനകത്ത്, ആശുപത്രിയിൽ, എവിടെ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു അവിടെ രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് വായുകളെ തുറന്ന് ഉറക്കെ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട്, യേശുവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഹോളിനകത്ത്, ഈ സ്റ്റുഡിയോയ്ക്കകത്ത്, ഏത് സ്ഥലത്തിലിരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു അവിടെ ഇരുന്ന് രണ്ട് കരങ്ങളും ഉയർത്തി വായുകളെ തുറന്ന് നന്ദിയുള്ള കരങ്ങളെ ഉയർത്തി നന്ദിയുള്ള ഹൃദയത്തോടെ എനിക്ക് വേണ്ടി ചിന്തയുള്ളൊരു ദൈവം, എന്നെ കുറിച്ച് ചിന്തിക്കുന്ന കർത്താവ്, എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന കർത്താവ്, എൻ്റെ യേശുവേ, നിനക്ക് എന്നെക്കുറിച്ചുള്ള വഴികൾ, ചിന്തകളെല്ലാം എൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി, എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ നന്മയ്ക്ക് വേണ്ടി, എൻ്റെ നിത്യജീവന് വേണ്ടി, എൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, എൻ്റെ സമൃദ്ധിക്ക് വേണ്ടി ഉള്ളതാകിയാൽ ഞാൻ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഓരോ പ്രിയപ്പെട്ടവരെയും, അവരുടെ കുടുംബങ്ങളെയും, അവരുടെ തലമുറകളെയും, അവർ ഉൾപ്പെട്ടിരിക്കുന്ന ബിസിനസ്സുകൾ, അവരുടെ ജോലി, അവരുടെ പഠന മണ്ഡലങ്ങൾ, ഇന്ന് പകൽ നിന്റെ മക്കൾ ഓരോരുത്തരും നേരിടേണ്ട ഓരോ സാഹചര്യങ്ങളിലും വേണ്ടി അങ്ങയുടെ നിയന്ത്രണം ഇപ്പോൾ തന്നെ ഏറ്റെടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മക്കളെ അനുഗ്രഹിക്കുന്നു. അതത് മേഖലകളിൽ, അതത് വിഷയങ്ങളിൽ ഓരോ വ്യക്തികൾക്ക് വേണ്ടി അവിടുത്തെ അത്ഭുതകരം നീട്ടും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഉച്ച മുതൽ പാദം വരെ അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ, കാലുകളിൽ ബലം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർ തുള്ളിയും ചാടിയും നടന്നുകൊണ്ട് ഇപ്പോൾ തന്നെ നിന്നെ മഹത്വപ്പെടുത്തട്ടെ. താങ്ക് യു ജീസസ്. ഞങ്ങളോട് ചേർന്ന് യേശുവേ ദാവീദ് പുത്ര, Jesus, Son of Man, Jesus, Son of God, Jesus, Son of David, Hallelujah, Hosanna.
പാസ്റ്ററേ, കാളക്കെട്ടി എന്ന് തോമസ് കോശി എന്നൊരു സഹോദരന് ഭാര്യ സാറാമ്മ തോമസിന് ഭയങ്കരമായി നടുവേദനയാൽ ഭാരപ്പെട്ടപ്പോൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു. ഇത് കാളക്കെട്ടി, കാളക്കെട്ടി, തിരുവനന്തപുരം ജില്ല. ആമേൻ. എന്നിട്ട് കർത്താവ് സൗഖ്യം കൊടുത്തു. പൂർണ്ണ സൗഖ്യം. പ്രാർത്ഥിച്ച ഉടനെ തന്നെ പൂർണ്ണമായ സൗഖ്യം നൽകി. എന്റെ കർത്താവ് എത്ര നല്ലവനാ. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. Oh, yes. ലൂക്കോസ് 1:37 മറക്കരുത്. Thank you, Lord. There is nothing impossible with Jesus. യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. വിശ്വസിക്കുക, യേശുവിൽ മാത്രം വിശ്വസിക്കുക. നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു സഹോദരി വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനാണ്. ടീനേജിലായിരിക്കുന്ന തന്റെ മകൾക്ക് യൂറിൻ യാതൊരു കൺട്രോളും ഇല്ലാതെ പോവുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു. മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. സൗഖ്യം നൽകി. എത്ര നല്ലവനാ കർത്താവ്. ഞങ്ങളോടൊപ്പം രണ്ട് കരങ്ങളോ. അടുത്ത പൊന്നൂരിൽ നിന്ന് ലീലാമണി എന്നൊരു സഹോദരി മരുമോന് ഭയങ്കരമായ പല്ലുവേദനയാലും ചെവിവേദനയായി ജോലിക്ക് പോലും പോകാൻ കഴിയാതെയായിരുന്നപ്പോൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. മരുമോന് പരിപൂർണമായ സൗഖ്യം ലഭിച്ചു. അബുദാബിയിലായിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ആ മകന് എത്ര ദൂരെ ആയിരിക്കുന്നവന് പോലും കർത്താവിന് സൗഖ്യമാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ബന്ധുക്കള്, കുടുംബാംഗങ്ങള്, മക്കള്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ്, ഇവരൊക്കെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് നമുക്കൊരു ടെലിഫോണുണ്ട്. ഹലോ 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 ആ പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞാട്ടെ. സ്തോത്രം സിസ്റ്ററെ. ഹലോ സ്തോത്രം പാസ്റ്റർ. ഞാനൊരു വലിയ കാര്യത്തിന് വേണ്ടിയാ വിളിക്കുന്ന, ഒരു സന്തോഷ വാർത്ത. പറഞ്ഞാട്ടെ. ഹലോ ഹലോ പറഞ്ഞാട്ടെ. ഹലോ ഹലോ 5 വർഷം കൊണ്ടേ ഞാൻ ഒരു കൊണ്ട് ഭൂമി വാങ്ങി. അതില് പോക്കുവരവ് ഒന്നും ആവാതെ കിടന്നു. അത് ഇന്നലെ എനിക്ക് സാധിച്ചു കിട്ടി. ഞാൻ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പറഞ്ഞു. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. 5 വർഷമായിട്ട് നടക്കാതിരുന്ന കാര്യം നോക്കിക്കേ. ആ മാതാവിന്റെ സന്തോഷം നോക്കിക്കേ. യേശു നമ്മുടെ കണ്ണുനീര് തുടയ്ക്ക്. എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന, ദേശത്തിലെ പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുന്ന യേശുവ് എത്ര. ഇന്ന് നിങ്ങളുടെ അത്ഭുതത്തിന്റെ ദിവസമാണ്. ഇന്ന് നമ്മുടെ വിടുതലിന്റെ ദിവസമാണ്. 2 കരം ഉയർത്തി ഉറക്കെ വിളിച്ചു പറ, ഇന്ന് എന്റെ വിടുതലിന്റെ ദിവസമാണ്. ഇന്ന് എന്റെ അത്ഭുതത്തിന്റെ സമയമാണ്. യേശുവിന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെന്ന് ഉറക്കെ വിളിച്ചു പറ, ഇന്ന് എന്റെ അത്ഭുതത്തിന്റെ ദിവസമാണ്. അവിടെ എന്നെ സ്പർശിക്കണം. യൂട്രസ് വെള്ളത്തിലെ പ്രയാസമായ ബന്ധം, ശരീരത്തിൽ നടുവേദനയും കാലിന് നീരുമായിരിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തിനായി പ്രാർത്ഥന. ഈ സഹോദരനെ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയാട്ട് ശാരീരികമായ സൗഖ്യം നൽകിയാട്ട് യേശുവിന്റെ നാമത്തിൽ. വത്സമധുരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ പ്രിൻസി പെടലിക്ക് ഭയങ്കര വേദന, ഉമ്പനീർ ഇറക്കുവാൻ പോലും പ്രയാസം. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എന്റെ മകൾക്ക് യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം വേദനയിൽ നിന്ന് കർത്താവ് നീ കൊടുത്താണ്. കർത്താവെ അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് നിന്ന് റാണിസിസ് വിളിച്ചിരിക്കുന്നു. മകൻ ഡാനി മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതിയിരിക്കുകയാണ്. അതിന്റെ റിസൾട്ടിനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മകനെ പ്രാർത്ഥിക്കുന്നു. ആ എൻട്രൻസ് എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് കർത്താവ് നല്ലൊരു വിജയം നൽകുന്നതിനെ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ. വിളിച്ചിരിക്കുന്നു. കുടുംബ സമാധാനത്തിന് വേണ്ടിയും വീട്ടുകാരുടെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കണം. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ കർത്താവ് യേശുവിന്റെ സമാധാനവും സന്തോഷം ആ കുടുംബത്തിലേക്ക് വരട്ടെ. കർത്താവെ മാതാപിതാക്കൾ മാനസാന്തരത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്ന് പറഞ്ഞ ബ്രദർ വിളിച്ചിരിക്കുന്നു. വിദേശത്ത് പോകാനുള്ള എല്ലാ പേപ്പേഴ്സും ശരിയായിട്ടുണ്ട്. 23-ാം തീയതിക്ക് മുമ്പായിട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി ലഭിക്കണമെന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ബലിബ്രദറിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ കരം വെളിപ്പെടുത്തുവാനാണമേ. എത്രയും വേഗം കർത്താവെ പോകാനുള്ള സാഹചര്യത്തെ നീ അനുകൂലമാക്കുന്നതിനെ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. കമലം തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. 8 വർഷം മുമ്പ് ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ ചെയ്തു. വീണ്ടും ട്യൂമർ പ്രത്യക്ഷപ്പെടുന്നു. ഇനി ഓപ്പറേഷൻ കൂടാതെ ഒരു സൗഖ്യം വേണം. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ആ ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം കർത്താവിന്റെ മകൾക്ക് അങ്ങ് കൊടുത്താട്ട്. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നിന്ന് ഗീത എന്നൊരു സിസ്റ്റർ വിളിച്ചിരിക്കുന്നു. ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നതിന് തടസ്സമായി ഒരു ഡ്രൈവർ പ്രവർത്തിക്കുന്നു. അതുമൂലം
മൂലം ജോലിക്ക് വളരെയേറെ പ്രയാസങ്ങൾ നേരിടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഗീതസിസ്റ്റായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രശ്നങ്ങളെ നീ മാറ്റുമാറാണമേ. കർത്താവ് അതിന് തടസ്സമായിരിക്കുന്ന എല്ലാ കാരണങ്ങളെ നീ മാറ്റുന്നതിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. നെടുമങ്ങാട് നിന്ന് സ്ത്രീകളെ വിളിച്ചിരിക്കുന്നു. 3 വർഷമായി പാർക്കിൻസൺ ഡിസീസിനാൽ ഭാരപ്പെടുന്നു. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം, പൂർണ്ണ ആരോഗ്യം നിന്റെ മകൾ ചെയ്തിരിക്കാം. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. അജിത്തെ, നമുക്ക് വന്നൊരു SMS നമ്മുടെ ഫോണിൽ വന്ന ഒരു SMS. അതില് സർ മൈ ഷുഗർ ഇൻക്രീസ്, ഭാഷ അറിയത്തില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വിട്ടോളൂ, നമുക്ക് പ്രാർത്ഥിച്ചത് കണ്ടുപിടിക്കാം. പ്രാർത്ഥനയിൽ നമുക്കത് കണ്ടുപിടിക്കാം. സോ ഭാഷ അറിയത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ നീറുന്ന വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിക്കാതിരിക്കേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അത് അറിയിക്കൂ. ടെലഫോണിലോ അല്ലെങ്കിൽ SMS ആയോ ഇമെയിലായോ അത് അറിയിക്കൂ. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ആ വ്യക്തിയുടെ പേര് പറയാതെ ആ വ്യക്തിക്കായി പറയട്ടെ. ബ്ലഡ് ഷുഗർ കൂടുതലാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ആ പ്രിയപ്പെട്ടവന് ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. വിളിച്ചിരിക്കുന്നു. കടപ്പാരമാണ് പ്രാർത്ഥിക്കുവാൻ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. മകന് ജോലി വേണം, വിവാഹം നടക്കണം, സ്വന്തമായി. കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് ഷേലയുടെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി ആ കുടുംബത്തിൽ എല്ലാ മേഖലയും വെളിപ്പെടുത്താൻ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി കൊടുത്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ജയ വിളിച്ചിരിക്കുന്നു. ഭർത്താവ് സുരേഷ ക്യാൻസർ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും വീണ്ടുവരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. മണകാടിന് ജെസ്സി വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് മദ്യപാനം കാരണം മകൻ സിജോയ്ക്ക് +1 അഡ്മിഷൻ ലഭിക്കണം. ഇളയ മകൻ 9th എക്സാം കഴിഞ്ഞ് നല്ല വിജയത്തിലെത്തി. കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി അങ്ങ് നൽകി കൊടുത്താൽ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യപാനം മാറി യേശുവിന്റെ സ്നേഹത്താൽ നിറയണം യേശുവിൻ നാമത്തിൽ തന്നെ. കോയമ്പത്തൂർ വിളിച്ചിരിക്കുന്നു. പല്ലുവേദന ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോൾ വീണ്ടും ഓപ്പറേഷൻ വേണം. യേശുവിന്റെ നാമത്തിൽ ആ ഓപ്പറേഷൻ കൂടാതെ നിന്റെ മകൾക്ക് പൂർണ്ണ സൗഖ്യം ഉണ്ടാകുക അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ. കൊട്ടാരക്കരന്ന് ജെയിംസ് വിളിച്ചിരിക്കുന്ന സഹോദരയുടെ കുഞ്ഞ് ഹെയർ ഓപ്പറേഷൻ ആയിട്ട് ശ്രീചിത്ര ഹോസ്പിറ്റലായിരിക്കുന്നു. കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യം യേശുവിൻ നാമത്തിൽ ആ കുഞ്ഞിന് മേൽ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പാസ്റ്റർ സീനു, നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ. ആ പാസ്റ്റർ, ഞങ്ങള് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്നാ വിളിക്കുന്നേ. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്നാ വിളിക്കുന്നത്. ഞങ്ങള് മണർകാടുള്ള ആൾക്കാരാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്. ഡോക്ടർ ഒരു പ്രൊസീജിയർ ഇവിടെ ചെയ്യാൻ വേണ്ടി അപ്പൊ നട്ടല് കുത്തിയിട്ട് വെള്ളം എടുക്കാനായിട്ടാണ്. അപ്പൊ പുള്ളി ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഡോക്ടറുടെ കൈ കൊടുക്കട്ടെ? പ്ലീസ് കൊടുത്താട്ടെ. എന്തോ പറഞ്ഞു കൊടുത്താട്ടെ. ഫോൺ ഡോക്ടർ പേരോട് പറഞ്ഞാട്ടെ. ഡോക്ടറുടെ പേര് ഡോക്ടർ ഐവാൻ. ഡോക്ടർ ഐവാൻ, പ്ലീസ് ഡോക്ടർ ഐവാന്റെ കയ്യിലേക്ക് കൊടുത്താട്ടെ. ഞങ്ങളോടൊപ്പം ലോകരാജ്യങ്ങളിൽ ദൈവത്തിന്റെ മക്കൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ട്രീറ്റ്മെന്റിലൂടെ പോകൊണ്ടിരിക്കുന്ന ഒരു പ്രിയ ഡോക്ടർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഡോക്ടർ ഐവാന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഡോക്ടർ ഐവാൻ, ഹലോ. ഹലോ ഡോക്ടറെ. ഹലോ. നമുക്ക് പ്രാർത്ഥിക്കാം ഡോക്ടറെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ലൂക്കോസ് 1:37. ലൂക്ക് 1:37 says there is nothing impossible with Jesus. യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഞാൻ വളരെ വളരെ പ്രാവശ്യങ്ങൾ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ആയിരക്കണക്കിന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. കർത്താവ് അനേകരുടെ സൗഖ്യങ്ങൾ കാണുവാൻ ഇടയാക്കി. ഇന്ന് പകൽ എന്നോട് ചേർന്ന് ലോകരാജ്യങ്ങളിലുള്ള എല്ലാ ദൈവം everyone to join us to pray for this precious brother Dr. Ivan, who is undergoing a procedure.
നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ ട്രീറ്റ്മെന്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഡോക്ടർ ഐവാന്റെ മേൽ അങ്ങയുടെ കരം നീട്ടും. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ആ പ്രിയപ്പെട്ടവന്റെ ഉച്ച മുതൽ പാദം വരെ, അകത്തും പുറത്തും ഒരുപോലെ ഏതൊക്കെ ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നു, വി ക്യാൻസൽ ദം ഇൻ ജീസസ് മൈറ്റി നെയിം. അത് മുഴുവൻ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. സമ്പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. അടുത്ത മിനിറ്റുകളിൽ ഡോക്ടേഴ്സ് അദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ യേശു ചെയ്ത വലിയ മഹത്വം കണ്ട് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കും. യേശുവിന്റെ നാമത്തിൽ പിതാവേ. Dr. Ivan and family, thank you so much for coming on the phone, and we will continue to pray for you. നമുക്ക് ഒന്നിച്ച് ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ലൂസി തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. വയറുവേദന, ശരീരത്തെ പല അസ്വസ്ഥതകൾ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൾക്ക് ആ വേദനകൾ പൂർണ്ണമായി മാറിപ്പോകട്ടെ. ദൈവകൃപയിൽ മറഞ്ഞ് ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ചെറിയ നോമലൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മരുമോൻ ഷേർലി ന്യൂയോർക്കിൽ ശരീര സൗഖ്യമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ ആരോഗ്യം സൗഖ്യം ഉണ്ടാകട്ടെ. പൂർണ്ണ വിടുതൽ നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ. ബിസിനസ് അഭിവൃദ്ധിപ്പെടാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേകിച്ച് ഒരു സെയിൽ നടക്കുന്നു. മിനി എറണാകുളത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ മകൾ ചെയ്യുന്ന ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ വിധത്തിലും അവിടുത്തെ ഉയർച്ചയും കരുതലും ആ പ്രിയപ്പെട്ടവർ അനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. BA പഠിക്കുന്നു. 2 കിഡ്നിയും ഡാമേജ് ഉണ്ട്. പ്രത്യേകം വെക്കണം. അത് മാറ്റിവെക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. യേശു അത് മാറ്റിവെക്കുകയോ പുതുതാക്കുകയോ ചെയ്യാൻ പോകുക. ഒന്നിച്ച് ഞങ്ങളോടൊപ്പം സൂരജ് ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ലോകരാജ്യങ്ങൾ ദൈവത്തിന്റെ ജനം യേശുവിൽ വിശ്വസിക്കുന്നതിന് അടയാളമായി 2 കരങ്ങളും ഉയർത്തിയാട്ട് യേശു ആ പ്രിയ യുവാവിൻ്റെ മേല്, BA പഠിക്കണമെങ്കിൽ 20-21 വയസ്സിന് കൂടുതൽ പ്രായമില്ല, ആ യുവാവിൻ്റെ മേല് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സർജറി, ആ കിഡ്നികൾ പുതുതായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട വചനം പോലെ കർത്താവേ, ആ മകന്റെ മേല് അങ്ങയുടെ കരം നീട്ടും. യേശുവിൻ്റെ സൗഖ്യം ഇപ്പോൾ ആ ജീവിതത്തിൽ മേൽ ഉണ്ടാകട്ടെ. പുതിയ കിഡ്നികൾ ഉളവായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ. കൊച്ചിയിൽ നിന്ന് പ്രമീള SMS ചെയ്തിരിക്കുന്നു. ഹെഡ് പേഷ്യൻ്റ് ആയിരിക്കുന്ന അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആ മകളുടെ അമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം നൽകുമാറാകണമേ. പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അടുത്ത നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾക്ക് തൈറോയിഡിനാൽ ഭാരപ്പെടുന്നു. പപ്പ യാത്രയ്ക്ക് ഗൾഫിലേക്ക് 26-ാം തീയതി യാത്ര പുറപ്പെടുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കടഭാരമാണ്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ തൈറോയിഡിനാൽ ഭാരപ്പെടുന്ന മകൾക്ക് പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുത്താട്ടെ പച്ച. യാത്ര ചെയ്യുന്ന പപ്പയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്ര സുഖകരമായിരിക്കട്ടെ പച്ച. കടഭാരം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പുതു വഴികൾ തുറക്കട്ടെ. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എറണാകുളത്തുനിന്ന് ഷീല എന്നൊരു സിസ്റ്റർ വിളിച്ചിരിക്കുന്നു. കടഭാരം മാറുന്നതിന് വേണ്ടി സ്ഥലം വിറ്റ് വേണം അവർക്ക് കടഭാരം മാറ്റുവാൻ വേണ്ടിയിട്ട്. എത്രയും വേഗം സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമം കർത്താവെ, ആ സ്ഥലം വിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി നൽകിയാട്ടെ. കർത്താവ് കടഭാരം മാറട്ടെ. കർത്താവ് അനുഗ്രഹിക്കപ്പെടുമാറാട്ടെ. യേശുവിന്റെ നാമത്തിൽ. സുഗന്ധി തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകന് 25 വയസ്സ്, നെഞ്ചിൽ നീര്, ഹോർമോണിന്റെ പ്രോബ്ലം ഉണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അനിയത്തി കുഞ്ഞുങ്ങൾക്ക് 13 വർഷമായ തലമുറയില്ല. നിഷ എന്ന യുവതിയുടെ വിവാഹം നടക്കണം. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ 25 വയസ്സുള്ള മകന് കർത്താവ് യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക കാര്യങ്ങളെല്ലാം അങ്ങ് ക്രമീകരിച്ചാട്ട്. കർത്താവ്, അനിയത്തിക്ക് ഒരു തലമുറയെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിച്ചാട്ട്. നിഷയുടെ വിവാഹം എത്രയും വേഗം നടക്കട്ടെ. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. എൻട്രൻസ് എക്സാം ആണ്. നല്ല വിജയത്തിനായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ലത എന്ന് പറയുന്ന സിസ്റ്റർക്ക് മകൾക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ വിജയം നൽകുമാറാകട്ടെ. കർത്താവെ, നീ പ്രാർത്ഥനയായിട്ട് തന്നെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. ലത തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് ശ്വാസമുട്ടൽ, കാലിന്റെ വ്രണം 9 വർഷമായി ഉണങ്ങുന്നില്ല, കാഴ്ചക്കുറവുണ്ട്. മക്കളുടെ കടഭാരം, ജോലി, ശമ്പളം, കുടുംബത്തിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ശ്വാസമുട്ടുള്ള വ്യക്തി യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കാലിന്റെ വ്രണം എത്രയും അത് ഒരു ഉണങ്ങട്ടെ പച്ച. ആ കാഴ്ചക്കുറവ് കർത്താവെ അങ്ങൊന്ന് ക്രമീകരിച്ചു കൊടുത്താട്ട്. മക്കളുടെ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്കൊരു ടെലിഫോൺ ഉണ്ട്. ഹലോ ബ്രദർ, ഇത് നേതാവൻ അലക്സ് ആണ് സംസാരിക്കുന്നത്. അലക്സ്, എവിടെ നിന്ന് വിളിക്കുന്നത് അലക്സ്?
ഹലോ ഹലോ, പറഞ്ഞാട്ടെ. ബ്രദറെ ഞാൻ ഒരു ഒന്നര മാസം മുമ്പ് ഞാൻ ഒരു വിഷയം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ഈ നിയതാം ഏരിയയിൽ ആൾക്കാർക്ക് പട്ടയത്തിന്റെ ഒരു അഭാവം ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ വിളിച്ച് ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടയത്തിന്റെ വിഷയം. പട്ടയത്തിന്റെ വിഷയം. പക്ഷെ അത് ബ്രദർ പ്രാർത്ഥിച്ച് കറക്റ്റ് കഴിഞ്ഞ അങ്ങേ ആഴ്ച നമ്മുടെ ഇവിടുത്തെ മന്ത്രിസഭ അത് കൊടുക്കാൻ ഒരു തീരുമാനമായി. കാരണം 65 വർഷം കൊണ്ട് ഇവിടുത്തെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അലക്സ്, എത്ര വർഷമായിട്ട് കിട്ടാതിരുന്ന കാര്യം അത്? 65 വർഷങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യം. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ ഞങ്ങളോടൊപ്പം ലോകരാജ്യങ്ങളിൽ 10,000-കണക്കിന് ദൈവമക്കൾ പ്രാർത്ഥിച്ച ദിവസത്തിൽ തന്നെ, ആഴ്ചയിൽ തന്നെ മന്ത്രിസഭ തീരുമാനമെടുത്തു അത് കൊടുക്കുവാൻ. ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്, രാജാവ് അലക്സെ ഫോണിൽ തന്നെ നിൽക്കണേ. അലക്സെ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കെയാണ്. കമോൺ അലക്സെ, പറഞ്ഞാട്ടോ. അപ്പൊ ബ്രദറെ വളരെയധികം നന്ദിയുണ്ട്. ഇത്രയും ആൾക്കാർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. വളരെയധികം നന്ദിയോടുകൂടിയാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. കാരണം അതിനുള്ള തീരുമാനമായിട്ടുണ്ട്. ഉടനെ അതിനുള്ള നടപടികൾ ആരംഭിക്കുന്നതാണ് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അലക്സ് എന്ത് ചെയ്യുന്നു? ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ് ബ്രദറെ. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക. അലക്സ് ആ ഏരിയയിൽ എത്ര കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടാൻ പോകുന്നത്? ഏകദേശം 3000 കുടുംബങ്ങൾക്ക് കിട്ടാനുള്ള തീരുമാനം. 3000 കുടുംബങ്ങൾക്ക്. ഹല്ലേലൂയ. 3000 കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വഴികൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. കമോൺ അലക്സേ, അപ്പൊ ആ ദേശത്തുള്ളവർക്കെല്ലാം സന്തോഷമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. അലക്സ് താമസിക്കുന്ന എവിടെയാട്ടാ? കറക്റ്റ് നെയ്യാർ ഡാമിന്റെ ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ വരുന്നുണ്ടാകും. നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. ആ ദേശത്ത് പട്ടയം കിട്ടിയ എല്ലാ ആളുകളെയും ഞങ്ങൾ വന്ന് സന്ദർശിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ ലോകരാജ്യങ്ങൾ 10,000 സന്തോഷിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 3000 കുടുംബങ്ങൾ സന്തോഷിക്കുവാൻ ദൈവം കാരണമാക്കി. കർത്താവിന് 2 കരങ്ങളും ഉയർത്തി. ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം യേശു ഇന്ന് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. യേശുവിൽ വിശ്വസിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ SMS ആയോ ടെലഫോണിലൂടെയോ കത്തുകളിലൂടെയോ നേരിട്ട് അറിയിക്കുക. ദൈവത്തിന്റെ ജനം ഞങ്ങളോടൊപ്പം ലോകരാജ്യങ്ങളിൽ പ്രാർത്ഥനയിൽ നിൽക്കുന്ന ആ വിലപ്പെട്ട കർത്തൃദാസനോട് കുടുംബത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. ആ അച്ഛനോട് കുടുംബത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. ആ ഇടവകാംഗങ്ങളോട് ഞങ്ങൾ നന്ദി പറയുന്നു. ആ സഭാംഗങ്ങളോട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ നിൽക്കുന്ന എല്ലാവരോടും കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നു. കുടുംബങ്ങൾ സന്തോഷിക്കുന്നു. ജീവിതങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കപ്പെടുന്നു. യേശു മനുഷ്യർക്കായി ഒരുക്കിയ നിത്യ ജീവൻ അവരെല്ലാവരും അനുഭവിക്കട്ടെ. നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. പത്തനംതിട്ട സിസ്റ്റർ വിളിച്ചിരിക്കുന്നു. സ്വന്തമായ ഒരു ഭവനം വേണം, അതിന് കാശ് നൽകാമെന്ന ഒരാളെ ഏറ്റിട്ടുണ്ട്. എത്രയും വേഗം ലഭിക്കേണ്ട പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ആ വഴി തുറന്നു വരുമാറാകട്ടെ. അതിനുള്ള സഹായങ്ങൾ അനുകൂലമാക്കി നൽകട്ടെ. നല്ലൊരു ഭവനം പണിയാനുള്ള പ്രാപ്തിയെ നൽകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ലത വണ്ടൻമേടിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ ദുബായിലാണ്. നല്ലൊരു ജോലി ലഭിക്കണം, കടബാധ്യത മാറണം. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മകന് പുതിയ വഴികൾ അങ്ങ് തുറന്നു കൊടുത്താട്ടെ. നല്ല ജോലി നീ അവർക്ക് കൊടുത്താട്ടെ. സാമ്പത്തിക കാര്യങ്ങൾ അങ്ങ് ക്രമീകരിച്ചാട്ടെ. അങ്ങ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജീസസ്. മകൾ അനുജ കൃഷ്ണ 11 വയസ്സ്, 4 കീമോ കഴിഞ്ഞു. രക്തത്തിൽ വേദന, ഇരിക്കുവാൻ പറ്റുന്നില്ല. എത്ര സങ്കടകരമായ സ്ഥിതി. 11 വയസ്സുള്ളൊരു കുഞ്ഞിന് RCCയിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ടെലഫോണാണ്. നമുക്കൊന്നിച്ച് ഞങ്ങളോടൊപ്പം ലോകരാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ മകൾ ചേർന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ മകളുടെ മേൽ അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനത്തെ ഞങ്ങൾ ആ മകളുടെ മേൽ അയക്കുന്നു. അവൾ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. ഗുഡ് മോർണിംഗ്. കം ഓൺ പാസ്റ്ററെ, ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന എറണാകുളത്ത് നിന്ന് ഒരു ഫാമിലിയാണ്. അവര് ആ പൈസ നമ്മുടെ ഈ കോട്ടയത്ത് കൊണ്ടുപോയി അവര് തന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് എത്ര നല്ലവനാണ്.
3000 കുടുംബങ്ങൾ സന്തോഷിക്കുവാൻ, ദേശങ്ങൾ സന്തോഷിക്കുവാൻ കാരണമായി കർത്താവ് ശുശ്രൂഷ ഉപയോഗിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങളുടെ കർത്താവ്. നമുക്കൊന്നിച്ച് ഈ ശുശ്രൂഷയിലേക്ക് കരം നീട്ടുന്നവർക്കായി നമുക്കൊന്നിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. അനുഗ്രഹങ്ങൾ കീഴഭൂമിയിൽ അനുഗ്രഹങ്ങളാൽ കർത്താവ് അവിടുന്ന് വരെ നിറയ്ക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ഇപ്പൊ വിളിച്ച സഹോദരൻ കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്തപ്പം പറഞ്ഞത് അലക്സ് പറഞ്ഞത് അവരുടെ ഏരിയയിൽ 150 കുടുംബം രാവിലെ അവരുടെ പ്രഭാത ഭക്ഷണം ഈ പ്രാർത്ഥിക്കുന്ന കേരളത്തിന്റെ ആരാധനയാണ്. 150 കുടുംബങ്ങളുടെ പ്രഭാത ഭക്ഷണം ഒരേറിയായി. ഇപ്പൊ വിളിച്ച ഈ അലക്സ് പറഞ്ഞതാ, ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പ്രാർത്ഥനാ കേരളത്തിൽ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നതാ. എത്ര നല്ല കാര്യമാണ്. ദേശങ്ങൾ സന്തോഷിക്കട്ടെ, രാജ്യങ്ങൾ സന്തോഷിക്കട്ടെ. ഓ യഹോവയുടെ മഹത്വത്താൽ സകല ഭൂമിയും നിറയപ്പെടട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കമോൺ മകൻ സാമുവൽ 10th ബർത്ത്ഡേയാ ഹരിപ്പാടിൽ നിന്ന് സുജയ ആവശ്യം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു മോൻ. കർത്താവിന്റെ എല്ലാവിധ നന്മകളും കർത്താവ് ആ മകന് മേൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ദീർഘായുസ്സും ആരോഗ്യവും ദൈവിക നന്മകളും അവിടുന്ന് ആ മകന്റെ മേൽ പകരും. യേശുവിൻ നാമത്തിൽ പിതാവേ. സഹോദരന്റെ കുഞ്ഞിന് 9 ദിവസം പ്രായം കിഡ്നി പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ട്രിവാൻഡ്രത്ത് നിന്ന് മേരി ജോർജ് മകന്റെ ഭാര്യയ്ക്ക് അമിതമായ വണ്ണം, ഹോർമോൺ വളർച്ചയുടെ പ്രോബ്ലമാണ്. പ്രാർത്ഥിക്കുന്നത്. കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വിടുതൽ ആ വ്യക്തിയുടെ മേൽ ഉണ്ടാകട്ടെ. പൂർണ്ണമായ സൗഖ്യം നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ. മകന്റെ കുടുംബത്തിൽ സമാധാനം വേണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. പൂർണ്ണ സ്വസ്ഥത ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. വട്ടിയൂർക്കാവുന്ന സുകുമാരൻ സഹോദരൻ വിളിച്ചിരിക്കുന്നു. വലത്തെ കൈക്ക് ഭയങ്കരമായ വേദന. മകൻ കുവൈറ്റിൽ നല്ലൊരു ജോലി വേണം. മകൾക്ക് നല്ലൊരു വിവാഹം നടക്കണം. കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് സൗഖ്യം ആ പിതാവിന്റെ മേൽ ഉണ്ടാകട്ടെ. മകന് ജോലി ലഭിക്കട്ടെ. മകൾക്ക് നല്ല വിവാഹം നടക്കട്ടെ. കടഭാരം മാറണം. സാമ്പത്തിക വഴി തുറക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ഹസ്ബൻഡിന് ക്യാൻസർ ആണ്. ഇന്ന് സ്കാനിംഗ് ആണ്. കുഴപ്പമുണ്ടാകാതിരിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ സ്കാനിംഗ് റിപ്പോർട്ട് വരുമ്പോൾ അവർ സന്തോഷിപ്പാനിടയാകട്ടെ. ദൈവം അത് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ. പാലോട്ടുന്ന സുഗന്ധി എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. സ്വന്തമായി ഭവനമില്ല, വീട്ടിൽ പ്രാർത്ഥന വയ്ക്കുന്നതിനുള്ള സൗകര്യം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആൾക്ക് മടി മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തെ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ആൾക്ക് നല്ലൊരു ഭാവി തുറന്നു കൊടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ഭർത്താവ് കിഡ്നി സ്റ്റോണാൽ ഭാരപ്പെടുന്നു. ഭയങ്കര വേദന. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ പൂർണ്ണ സ്വസ്ഥത നിന്റെ മകനുണ്ടാകട്ടെ. ആരോഗ്യത്തോടിരിപ്പാനിടയാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ട്രിവാൻഡ്രത്ത് ശീലം വിളിച്ചിരിക്കുന്നു. ഭർത്താവിന്റെ സൗഖ്യത്തിന് വേണ്ടി വിളിച്ച് പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് പൂർണ്ണ സൗഖ്യമായിട്ടിരിക്കുന്നു. ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് ചിലർ തടിപ്പ് കാണുന്നു. കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പൂർണ്ണമായ വിടുതൽ അദ്ദേഹത്തിന് മേൽ വ്യാപരിക്കുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. വസ്തു നല്ല വിലയ്ക്ക് വിൽക്കപ്പെടണം. യേശുവിന്റെ നാമത്തിൽ നിന്റെ മകളുടെ ഭാരങ്ങളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അതിന്റെ മേൽ തീരുമാനം ഉറപ്പിക്കുന്നതിനായി സ്തുതിക്കുന്നു കർത്താവേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കോട്ടയത്ത് നിന്ന് ജോൺ വിളിച്ചിരിക്കുന്ന പനിയാൽ ഭാരപ്പെടുന്ന പൂർണ്ണമായ കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വ്യക്തമായ സൗഖ്യം അദ്ദേഹത്തിന് മേൽ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. സിസ്റ്ററെ നമുക്കിന്ന് ടെലിഫോൺ ഒരു ഫോൺ കൂടെ ഉണ്ട്. ഹലോ 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 പറഞ്ഞാണ്ട്. എനിക്കൊരു വിഷയം ഉണ്ടായിരുന്നേ. എന്താ പേര്? എനിക്കൊരു വിഷയം ഉണ്ടായിരുന്നേ. എന്റെ ഹസ്ബൻഡിന്റെ വിഷയമാണ്. പറഞ്ഞോളൂ. പിന്നെ ഹസ്ബൻഡ് പെട്ടെന്ന് ടെൻഷൻ ആയിട്ട് ഇങ്ങനെ സൂയിസൈഡിനെ പറ്റി ചിന്തിക്കുന്ന ഒരാളാണ്. ചെറിയ പ്രശ്നം മതി അദ്ദേഹത്തിന്, ചെറിയൊരു പ്രശ്നം മതി അദ്ദേഹം ഇങ്ങനെ സൂയിസൈഡിനെ ചിന്തിക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. ചെറിയ ഒരു പ്രശ്നം മതി, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എപ്പോഴും പ്രാർത്ഥനയിലാണ്. ശരി, എല്ലാവർക്കും വേണ്ടി. പേരെന്തായിരുന്നു? ആളിന്റെ പേര് സോമൻ. സിസ്റ്റർ പേരെന്താ? സോമൻ. ഓക്കെ. സിസ്റ്റർ പേരെന്താ? വിളിക്കുന്ന ആളിന്റെ പേരെന്താ? വിളിക്കുന്ന ആളിന്റെ പേര് സുനില.
ഇന്ദിര. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ദിര, നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ ആ കുടുംബത്തിൽ നിന്ന് ആത്മഹത്യയുടെ ദുരാത്മാക്കൾ വിട്ടുമാറാൻ പോവുക. ഞങ്ങളോടൊപ്പം ചെറിയ വിഷയമാകട്ടെ വലിയ വിഷയമാകട്ടെ, ഇന്ന് ലോകരാജ്യങ്ങൾ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരെയെങ്കിലും ചെറിയ വിഷയത്തിലാകട്ടെ വലിയ വിഷയത്തിലാകട്ടെ മരിക്കണം, ചാകണം, തന്നെത്താൻ കൊല്ലണം എന്ന ചിന്ത അലട്ടുന്നുണ്ടെങ്കിൽ ആ ആത്മഹത്യയുടെ ആത്മാവിനെ ഞാൻ ശാസിച്ച് പ്രാർത്ഥിക്കാൻ പോയി. അത് ഇന്ന് നിങ്ങൾ വിട്ടുമാറും. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ കുടുംബത്തിൽ നിന്ന് ആത്മഹത്യയുടെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ. പകരം യേശുവിന്റെ സമൃദ്ധമായ ജീവൻ വ്യക്തമായി അവരിലേക്ക് ഇറങ്ങി വരട്ടെ. യേശുവിന്റെ ആത്മാവിനാൽ അവർ നിറയപ്പെടട്ടെ. ആ കുടുംബം സന്തോഷിക്കട്ടെ. കർത്താവേ, യേശുവിൽ വിശ്വസിക്കുക വഴി മാത്രം ലഭിക്കുന്ന നിത്യജീവൻ അവർ ഓരോരുത്തരും അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. പനി, കുടുംബത്തിലെ പ്രയാസങ്ങൾ, പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ആശംസകൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ബലത്തെ നൽകിയാട്ട് കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകുമാറാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. നീത തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. അമ്മയുടെ അനിയത്തിയുടെ മക്കളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറണം കർത്താവ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവ് ആ കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്നും ഒന്ന് ഏറ്റെടുത്താണ്. പക്ഷേ കുടുംബത്തിൽ യേശുവിന്റെ സമാധാനത്താൽ നിറച്ചാട്ട് പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്നു. നല്ല ജോലി ലഭിക്കണം, 5 ലക്ഷം രൂപ കടഭാരമുണ്ട്, നല്ലൊരു വിവാഹം നടക്കണം. ഇതിനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണയുടെ മക്കളെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവേ, നല്ലൊരു തൊഴിൽ ലഭിക്കുമാറാകട്ടെ. കർത്താവേ, കടഭാരം മാറട്ടെ. കുടുംബത്തിനെ അനുഗ്രഹിച്ചാട്ടെ. നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്നത്തെ പത്രത്തില് ഒരുപാട് കാര്യങ്ങൾ, പുതിയ കോഴ്സസിനെ കുറിച്ചുള്ള നല്ല വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വിളിച്ചു പറയുന്ന 100 ടെലിഫോൺ കോളുകളിൽ മാതാപിതാക്കൾ ഭയങ്കര കൺസേൺ. പ്രത്യേകിച്ച് ഇന്നലെ ഇന്നുമായിട്ട് എൻട്രൻസ് എഴുതുന്ന കുട്ടികൾ നമ്മൾ പത്രത്തിൽ വായിക്കുന്നില്ലേ, വെളിച്ചമില്ലാതിരുന്ന് എഴുതേണ്ട ദുസ്സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. സോ ഇതൊക്കെ മാറണം. മാത്രമല്ല മാതാപിതാക്കളെ കുട്ടികൾ ധാരാളം പേര് ടെൻഷനില്ല. അടുത്ത ഭാവി എന്തായിത്തീരും? ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ച് തക്ക ഒരു തീരുമാനമെടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്, വഴികാട്ടിയായ പരിശുദ്ധാത്മാവ്, പാരക്ലീറ്റോസ്, നമ്മുടെ എയ്ഡ്, നമ്മുടെ സഹായിയായി നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ഒന്നിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് 2 കരങ്ങൾ ഉയർത്തി, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിഷയത്തിന്റെ മേല്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം, ഏത് കോഴ്സിന് പോകണം, ഏത് കോളേജിൽ, ഏത് യൂണിവേഴ്സിറ്റിയിൽ, ഏത് രാജ്യത്ത് അവർ പഠിക്കണം, ഇതിൽ വ്യക്തമായൊരു തീരുമാനമെടുക്കുവാൻ നിന്റെ കഴിവും പ്രാപ്തിയും ഓരോരുത്തരുടെ മേലും ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടുന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇരുട്ടിന്റെ അവസ്ഥയും മാറട്ടെ. Every confusion I come against you in the mighty name of Jesus, and I declare divine clarity over everyone's life. ഓരോരുത്തരുടെ മേലും ദിവ്യമായ വ്യക്തത ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു യേശുവിൻ നാമത്തിൽ. മാതാപിതാക്കളെ, യൗവനക്കാരെ, നിങ്ങൾക്ക് യേശുവിൽ ശുഭമായ ഭാവിയുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ ആയിരക്കണക്കിന് ദൈവത്തിന്റെ മക്കൾ ഇപ്പോൾ തന്നെ SMS-ലൂടെയോ ടെലിഫോണിലൂടെയോ ഇമെയിലിലൂടെയോ കത്തുകളിലൂടെയോ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. മേരി ജോൺ തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. നെഞ്ചിനകത്ത് വല്ലാത്തൊരു വേദന, മക്കൾക്ക് നല്ല കുടുംബജീവിതം വേണം, മകൻ എബി കുടുംബമായി ഒന്നിച്ച് താമസിക്കണം. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അമ്മയെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഒരു പൂർണ്ണ സൗഖ്യം നീ കൊടുത്താട്ടെ. മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കാട്ടാക്കടയിൽ നിന്നും അനീഷ എന്നൊരു മകൾ വിളിച്ചിരിക്കുന്നു. 10th റിസൾട്ട് നാളെ അറിയും. നല്ലൊരു വിജയം വേണം യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നല്ലൊരു വിജയം മകൾക്ക് ഉണ്ടാകട്ടെ. എല്ലാ പ്രയാസങ്ങളും മാറട്ടെ, ടെൻഷൻ മാറട്ടെ. കർത്താവ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. റെനു, നമ്മുടെ ഇന്നത്തെ പത്രത്തിനകത്ത് പ്രധാന വാർത്തകളിലൊന്ന് ഡൽഹിയിലുള്ളതായ കലാപം മാറുന്നില്ല എന്നുള്ളത്. കലാപം മാറും. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും വിരോധമായിട്ട് എതിരെ ഉള്ള ആക്രമണങ്ങൾ നമുക്കറിയാം. ദൈവത്തിൻ്റെ കരം വിഷയത്തിന് മേൽ ഉണ്ടാകേണ്ടതിന് നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും യേശുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ആ വിശ്വാസത്തിൻ്റെ അടയാളമായി ഉയർത്തിക്കൊണ്ട് സകലത്തെയും നിയന്ത്രിക്കുന്ന നിയന്ത്രണം വ്യക്തമായി ഉണ്ടാകേണ്ടതിന് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ സകലത്തിന്റെ മേൽ ഈ രാജ്യത്ത് ദൈവിക നിയന്ത്രണം ഉണ്ടാകട്ടെ.
ഗവൺമെന്റ് അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ക്ലേശങ്ങളും മാറട്ടെ. ജനജീവിതം സുഗമമാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. മാത്യു കഴക്കൂട്ടത്തിൽ നിന്ന് വിളിച്ചിരിക്കുന്ന ബിസിനസ് വർദ്ധിക്കണം, സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറണം, വീട് പണി പൂർത്തീകരിക്കണം, കൈവെള്ളയിൽ ഒരു എള്ള് തള്ളി വരുന്നു. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പക്ഷേ ഹാലൂയ ബിസിനസ്സിനെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറട്ടെ, പുതുവഴികൾ അങ്ങ് തുറന്നാട്ടെ, വീട് പണി എത്രയും വേഗം പൂർത്തീകരിക്കുക. കർത്താവ് നിന്റെ മകനെ ബലപ്പെടുത്തിയാട്ടെ. കയ്യിലെ കർത്താവെ ആ എല്ല് വളർച്ച കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവെ അത് നോർമലാകട്ടെ. പക്ഷേ പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കൊട്ടാരക്കരയിൽ നിന്ന് ഷീബ എന്നൊരു സിസ്റ്റർ വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡിന്റെ ഗ്രീൻ കാർഡിന് അപേക്ഷ നൽകിയിട്ട് ഇതേവരെ ലഭിച്ചിട്ടില്ല. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഷീബ സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. ഹസ്ബൻഡ് എത്രയും വേഗം കർത്താവ് ഗ്രീൻ കാർഡ് കിട്ടുമെന്നൊക്കെ റെഡിയായിട്ട് അധികൃതരോട് കർത്താവെ സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അജിത്തെ, ഈ ഗ്രീൻ കാർഡിന്റെ വിഷയം അമേരിക്കയിലും മറ്റു പല രാജ്യങ്ങളിലേക്കുള്ള വീസകൾ ലഭിക്കാതെ ഒരുപാട് പേര് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്നുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ മക്കളോ മാതാപിതാക്കളോ ആരെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തെ കടന്ന് നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. എന്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. വിശ്വാസത്തിന്റെ, യേശുവിനുള്ള വിശ്വാസത്തിന്റെ അടയാളമായി വലതുകരം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച് യേശു അത്ഭുത മന്ത്രിയ. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തില് ആ ഡോക്യുമെന്റ്സ് ക്ലിയർ ആകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു, കൽപ്പിക്കുന്നു. അത് സംഭവിക്കട്ടെ. ലഭിക്കേണ്ട വീസാസ് അവർക്ക് ലഭിക്കട്ടെ. യാത്രാ ക്രമീകരണങ്ങൾ സാധ്യമാകട്ടെ. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവിടെ നിറവേറ്റ്. എല്ലാത്തിലുപരി യേശുവിന് വേണ്ടി ഓരോരുത്തർക്കും ജീവിപ്പാൻ അവിടുന്ന് കൃപ നൽകും. യേശുവിൻ നാമത്തിൽ പിതാവേ. വിജേഷ് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ചേട്ടൻ നോബിളിന്റെ കുടുംബത്തിൽ സമാധാനം വേണം, മദ്യപാനം മാറണം. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ, യേശുവിന്റെ സമാധാനത്തെ നിറച്ചാട്ടെ, ചേട്ടന്റെ മദ്യപാനം മാറട്ടെ. അങ്ങ് അങ്ങനെ ചെയ്തിരിക്കാട്ടെ. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അജിത്തെ, മകൾക്ക് അലർജി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ യേശു സൗഖ്യം കിട്ടി, സൗഖ്യം കൊടുത്തു. നന്ദി പറയാൻ വേണ്ടി ഇപ്പൊ വിളിക്കുന്നത്. എത്ര നല്ലവനാ കർത്താവ്. ഏത് രോഗത്തിനും സൗഖ്യം തരുവാൻ യേശു അത്ഭുത മന്ത്രിയൻ. വെന്റിലേറ്ററിലാണ് പുഷ്പഗിരി ഹോസ്പിറ്റലില് സക്കറിയ മാത്യു തിരുവല്ലയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുക. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സക്കറിയ മാത്യു പുഷ്പഗിരി ഹോസ്പിറ്റൽ വെന്റിലേറ്ററിലായിരിക്കുന്നു. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഞങ്ങൾ മിസ്റ്റർ സക്കറിയ മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. അതിവേഗം ഓടുന്ന അങ്ങയുടെ വചനമയച്ച് ഇപ്പോൾ തന്നെ പ്രിയപ്പെട്ടവനെ യേശുവിന്റെ നാമത്തിൽ അടുത്ത മിനിറ്റുകളിൽ തന്നെ ആ വെന്റിലേറ്ററിൽ നിന്ന് ആരോഗ്യത്തോടെ താൻ പുറത്തു വരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ചുമ കാരണം വയറിൽ ഭയങ്കര വേദന. യേശുവിന്റെ നാമത്തിൽ നിന്റെ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ വേദനകൾ മാറിപ്പോകട്ടെ, പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. കോഴഞ്ചേരിയിൽ നിന്ന് ജെന്നി വിളിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് പൂർണ്ണമായ സൗഖ്യം വേണം. ബ്രദർ കുവൈറ്റിൽ നല്ല ജോലി വേണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മാതാവിന്റെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ബ്രദറിന് നല്ല ജോലി ലഭിക്കട്ടെ. എല്ലാ കടഭാരം മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. അമ്പൂരിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകളുടെ വീട് പണി നടക്കണം, കുടുംബം യേശുവിൽ അനുഗ്രഹിക്കപ്പെടണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. ആകയാൽ കർത്താവേ, അങ്ങയുടെ കരമൊന്ന് പ്രവർത്തിച്ച് അത്ഭുതം കാണുവാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. സ്റ്റീഫൻ വിളിച്ചിരിക്കുന്നു. 3.5 ലക്ഷം രൂപ കടമുണ്ട്. തൈറോയിഡ്, ബ്രിക്കൽ കല്ല്, ശരീരവേദന, നടക്കാൻ കഴിയുന്നില്ല, ഭവനമില്ല. കർത്താവെ, അനേക രോഗങ്ങൾ പറഞ്ഞു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയത്തിനകത്തെല്ലാം ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് മറുപടി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുക്കാൻ പോകുന്ന വിടുതലായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം. രാജൻ പൂർണ്ണ സൗഖ്യം വേണം. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ ജോലി ലഭിക്കാനിടയാകട്ടെ. കുടുംബജീവിതം അനുഗ്രഹപൂർണ്ണമായിരിക്കാനിടയാകട്ടെ. കർത്താവെ, ആ മകന് പൂർണ്ണ സ്വസ്ഥതയും സമാധാനവും ആരോഗ്യം വീണ്ടുവരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിന് ചെയ്തിരിക്കാൻ സ്തോത്രം. ന്യൂയോർക്കിൽ നിന്ന് പേര് പറയാതെ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ ലോയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ആ സഹോദരിക്ക് ഉണ്ടാകട്ടെ. ദൈവകരം ഇപ്പോൾ തന്നെ ആ മകളുടെ മേൽ വയ്ക്കും യേശുവിന്റെ നാമത്തിൽ. കാനഡയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഞങ്ങളെ പ്രത്യേക
ഇന്നലെ ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ ഇപ്പോൾ അമേരിക്കയിൽ ഹ്യൂസ്റ്റണിലേക്കുള്ള യാത്രയില്ല. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ധാരാളം ആളുകൾ വിദേശ രാജ്യങ്ങളിലും യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ യാത്ര ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സംരക്ഷണം ഓരോരുത്തരുടെ മേലും പകരും. പുരാതനായ ദൈവമേ, കീഴെ ശാശ്വത ഭുജങ്ങളിൽ അവിടുന്ന് ഓരോരുത്തരെയും വഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ. ചെങ്ങന്നൂരിന്ന് വത്സന്റെ സഹോദരി വിളിച്ചിരുന്നു. പ്രാർത്ഥിച്ചതിന്റെ ഫലമായി റിപ്പോർട്ട് നന്നായി എഴുതി. ഇനി അത് തടസ്സം കൂടാതെ അവതരിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഗ്യാസ് പ്രോബ്ലത്തെ ഭാരപ്പെടുന്ന അനിയത്തിയുടെ മകൾക്ക് നല്ല വിവാഹം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ റിപ്പോർട്ട് നല്ലവണ്ണം അവതരിപ്പിക്കട്ടെ. ആ ഗ്യാസ് പ്രോബ്ലം മാറട്ടെ. അനിയത്തിയുടെ മകൾക്ക് നല്ല വിവാഹം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്തു കൊടുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. മകൻ രാജേഷ് ഹർണിയായാൽ ഭാരപ്പെടുന്നു. വയറിന് ഭയങ്കര വേദന. പ്രാർത്ഥിക്കുന്നു. വേദന പൂർണ്ണമായി മാറിപ്പോകട്ടെ. വൻകരം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ലീലാമണ്ണി വിളിച്ചിരിക്കുന്ന മകൾ അനീഷയുടെ തൊണ്ടയിൽ എന്തോ തടയുന്നു. ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് അമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്ത് തടസ്സമാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ അത് മാറട്ടെ. പൂർണ്ണമായ സൗഖ്യം ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. അടുത്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രൈസ് റിപ്പോർട്ട് പ്രാർത്ഥിച്ചപ്പോൾ മിസ്റ്റർ ബാബു അബൂരിൽ നിന്ന് വിളിക്കുന്നത്, പ്രാർത്ഥിച്ചപ്പോൾ ടിബിയുടെ അസുഖം മാറി. ഷുഗർ 400 ആയിരുന്നു, 165 പ്രാർത്ഥിച്ച പ്രാർത്ഥന കേരളത്തിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അച്ഛന് നടുവേദനയായിരുന്നു, പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിച്ചിരുന്നു. കാർത്തിക കാട്ടാക്കട എന്ന് പറയുന്നു. യേശു അത്ഭുത സൗഖ്യം നൽകി. തങ്കം പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വയറിലെ വ്രണം മാറി പൂർണ്ണ സൗഖ്യം കർത്താവ് നൽകി. എത്ര നല്ലവനാ നമ്മുടെ കർത്താവ്. ഈ യേശു അത്ഭുത മന്ത്രി. ഇപ്പോൾ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുക. ധാരാളം പ്രൈസ് റിപ്പോർട്ട് പ്രാർത്ഥനാ വിഷയങ്ങളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് അത് കുറേയൊക്കെ ഞങ്ങൾ മാറ്റിവെക്കാൻ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, അഥവാ നിങ്ങളുടെ പേര് പറഞ്ഞ് ഈ സ്ക്രീനിൽ പ്രാർത്ഥിച്ചില്ല എങ്കിലും ദൈവത്തിന്റെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. നമുക്കൊന്നിച്ച് മണ്ണർകാട് ഹണി വിളിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, പൂർണ്ണ സൗഖ്യം വേണം. യേശുവിന്റെ നാമത്തിൽ കർത്താവ് മാതാവിനെ പ്രാർത്ഥിക്കുന്നു. എന്റെ കരം കർത്താവ് മകളുമേ വെക്കുമാറാണ്. പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഈ സ്റ്റുഡിയോയിൽ നിന്ന് എന്നോടൊപ്പം ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ വാത്സല്യ സഹോദരന്മാരെ കൂടെ ഞാൻ ക്ഷണിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശു തൊട്ട സൗഖ്യങ്ങൾ, യേശുവിന്റെ വിടുതൽ അനുഭവിക്കുന്നവരാ ഇന്ന് പകൽ എന്നോടൊപ്പം ഈ സ്റ്റുഡിയോയിൽ ഈ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഈ സഹോദരന്മാർ. ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകും. ലോകരാജ്യങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിപ്പോൾ തന്നെ കാണാമല്ലോ. ആ സ്ക്രീനിലേക്ക് കഴിയുമെങ്കിൽ എഴുന്നേറ്റ് ചെന്ന് ആ സ്ക്രീനിൽ കാണുന്ന ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേലെ നിങ്ങളുടെ കരങ്ങൾ വെച്ച് ആത്മാവിന്റെ ഐക്യതയോട് നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മഹത്വം, നിന്റെ കരം, നിന്റെ കരം, നിന്റെ കരം, എൻ്റെ കർത്താവിന്റെ കരം, എൻ്റെ കർത്താവിന്റെ കരം, എൻ്റെ യേശുവിന്റെ കരം, എൻ്റെ യേശുവിന്റെ കരം, എൻ്റെ യേശുവിന്റെ കരം ഓരോ വിഷയങ്ങളുടെ മേല്, ഓരോ വിഷയങ്ങളുടെ മേല്, ഓരോ വിഷയങ്ങളുടെ മേല് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ വിഷയങ്ങളുടെ മേല് ഇപ്പോ, ഓരോ വ്യക്തിയുടെ മേല് ഇപ്പോ യേശുവേ അങ്ങയുടെ കരം, അത്ഭുത സൗഖ്യം, അത്ഭുത വിടുതൽ, അത്ഭുതകരമായ ജീവൻ. ക്ലേശങ്ങൾ മാറട്ടെ, ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. അവർ തുള്ളിയും ചാടിയും നടന്നുകൊണ്ട് എല്ലാ നിലയിലും യേശുവിൽ സന്തോഷിക്കട്ടെ. മഹത്വത്തിനായി അവിടുന്ന് അത് ചെയ്തത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് ഇതുപോലെ ആയിരക്കണക്കിന് സഹോദരങ്ങളെ ഞങ്ങൾക്ക് നൽകി. ലോകരാജ്യങ്ങളിൽ നിങ്ങൾ വിളിച്ചു പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ധാരാളം സഹോദരങ്ങൾ 24 മണിക്കൂറും ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഹാർട്ടിന്റെ പൾസ് ഇറഗുലർ ആയിട്ടാണ് അടിക്കുന്നത്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തിന്റെ മേൽ നമുക്കൊന്നിച്ച് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെ, നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും വിഷയത്തിന് മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചാട്ട് ഇപ്പോൾ തന്നെ അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലോ. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഇറഗുലർ ആയിട്ടുള്ളതായ ഹാർട്ടിന്റെ ഇടിപ്പ് അത് മാറട്ടെ. പകരം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ റെഗുലർ ഹാർട്ട് ബീറ്റ് ഡിക്ലെയർ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ
അത് സംഭവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കഴുത്തുവേദന, ചെവിക്ക് വേദന, മരുന്ന് കഴിക്കുമ്പോൾ കുറെ പിന്നെയും ഉണ്ടാകും. പെടലി തിരിക്കാൻ പറ്റുന്നില്ല. മകൾ +2 എക്സാം കഴിഞ്ഞു, നല്ല വിജയം ലഭിക്കണം. ശോഭ ഡൊമിനിക്ക് കഴക്കൂട്ടത്തിൽ നിന്ന് വിളിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ നാളുകളായിട്ടുള്ള ക്ലേശങ്ങളിൽ നിന്ന് അവർ പൂർണ്ണമായി സൗഖ്യമാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. ആ മകൾക്ക് ഉയർന്ന വിജയമുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. അമ്മയ്ക്ക് ഹാർട്ടിന്റെ പ്രോബ്ലം, ഭയങ്കര ചുമ, വീട് പണിക്ക് ആവശ്യമായി ലോൺ പാസ്സാക്കണം, 1-5-13 ടെസ്റ്റ് പാസ്സാക്കണം. സഹോദരൻ വിശ്വാസത്തിൽ വരണം. നിമ്മി ട്രിവാൻഡ്രത്തു നിന്ന് നമുക്ക് ഒന്നിച്ച് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ അത്ഭുത ദൈവകര ഇപ്പോൾ തന്നെ വെക്കണമേ. അതത് വിഷയങ്ങളുടെ മേല് എന്റെ യേശുവിന്റെ കര വ്യക്തമായിട്ടുണ്ടാകട്ടെ. സൗഖ്യവും വിടുതലും ഞങ്ങൾ അവരുടെ മേൽ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ടിവിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കണേ. കസിൻ ലിസിക്കുട്ടി തോമസ് നട്ടലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് 12 വർഷമായി കിടക്കുന്നു, ഇപ്പോഴും നടക്കാൻ സാധിക്കുന്നില്ല. സഹോദരന്മാരെ, തളർന്നു കിടക്കുന്ന ജീവിതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 12 വർഷമായി ഓപ്പറേഷന് ശേഷം നടക്കാൻ കഴിയാതിരിക്കുന്ന ജീവിതത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ കൽപ്പിക്കുന്നു. അവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ എഴുന്നേറ്റ് നടക്കട്ടെ. ഉച്ച മുതൽ പാദം വരെ യേശുവിന്റെ സൗഖ്യം അവിടെ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. സ്ട്രോക്ക് വന്നതിന്റെ പ്രയാസം, നടക്കാൻ ബുദ്ധിമുട്ട്, ഒരു സൈഡ് ബലക്കുറവ്, ഭയങ്കര ചുമ, ഹാർട്ടിന് പ്രോബ്ലം, ശ്വാസം മുട്ടല്, മിസ്റ്റർ വർഗീസ് മാങ്ങാനത്തു നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥിക്കാൻ നമുക്കൊന്നിച്ച് ഇതിന് മേൽ കരം വെച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ അത്ഭുത കരം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടുത്തെ കരം അവരുടെ മേൽ വയ്ക്കും. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കരം നമുക്ക് എപ്പോഴും ലഭ്യമാണ്. ലോകരാജ്യങ്ങളിൽ ആയിരങ്ങൾ നമുക്കായി പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്. ഈ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. ദൈവത്തിന്റെ മക്കൾ നമുക്കായി പ്രാർത്ഥിക്കും. തിരുവനന്തപുരത്ത് നിന്നും പേര് വെളിപ്പെടാത്ത ഒരു വ്യക്തി വിളിച്ചിരിക്കുന്ന മകന് എംടെക്കിന്റെ എക്സാം ആണ്. കടഭാരമാണ്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എക്സാം എഴുതുന്ന ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന. പക്ഷേ ആ പരീക്ഷ അവന് ഒരു എളുപ്പമായി മാറട്ടെ. അവന്റെ ഭാവി നീ അനുഗ്രഹിച്ചാട്ടെ. കടഭാരങ്ങളെല്ലാം മാറട്ടെ. നീ അനുഗ്രഹിച്ചാട്ടെ. പക്ഷേ പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കബീറിൽ നിന്നും KK എബ്രഹാം എന്നൊരു പാസ്റ്റർ SMS ചെയ്തിരിക്കുകയാണ്. 25,000 രൂപ കടമുണ്ട്. ഇന്ന് അതിനൊരു വിടുതൽ വേണമെന്ന പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ പാസ്റ്ററിനെ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അദ്ദേഹത്തിന്റെ കർത്താവിന്റെ വഴിയെ തുറന്ന് അനുഗ്രഹിക്കുമെന്നാണ് പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ. സുനിൽ നെയ്യാറ്റിൻകരയിൽ വിളിച്ചിരിക്കുന്നു. ഭാര്യയ്ക്ക് പനിയാണ്, പൂർണ്ണ സൗഖ്യമാണ്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പനി വിട്ടുമാറട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടെ മകൾ എഴുന്നേൽക്കട്ടെ. പക്ഷേ അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മരുമകൾക്ക് പ്രസവത്തിന് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. ഞാനമ്മ തിരുവനന്തപുരത്ത് യേശുവിന്റെ നാമത്തിൽ പ്രസവം ഉണ്ടാകേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. അജിത് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്ന കാലിനും കൈക്കും വേദന, നടക്കുമ്പോൾ പ്രയാസം, പൂർണ്ണ സൗഖ്യമാണ്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സകല വേദനകളും മാറട്ടെ. പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. അജിത്ത്, ഇത് കേട്ടെ. കുഞ്ഞുമോൾ എറണാകുളത്ത് നിന്ന് ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുന്ന ബ്രെയിൻ ബ്ലീഡിങ് 48 മണിക്കൂറാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഇന്ന് അത്ഭുത സൗഖ്യം നൽകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾ ദൈവത്തിന്റെ മക്കൾ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് ആ കുഞ്ഞുമോൾ എന്ന സഹോദരിയുടെ മേൽ യേശുവിന്റെ ജീവൻ ഇപ്പോൾ വ്യാപിക്കട്ടെ. യേശുവിന്റെ സൗഖ്യം ഇപ്പോൾ അവളിൽ ഉണ്ടാകട്ടെ. തികഞ്ഞ ആരോഗ്യത്തിലേക്ക് ഇപ്പോൾ തന്നെ അവൾ വരട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. അഗസ്റ്റിൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ദേശത്ത് മഴയുണ്ടാകണം, ഹാർവസ്റ്റ് ചാനൽ ക്ലിയർ ആയി കിട്ടണം യേശുവിന്റെ നാമത്തിൽ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഹാർവസ്റ്റ് ചാനലിൽ ക്ലിയർ ആയിട്ട് കിട്ടണം. ഹാർവസ്റ്റ് ചാനലിൽ ക്ലിയർ ആയിട്ട് കിട്ടണം. ഹാർവസ്റ്റ് ടെലിവിഷനിൽ നിന്ന് മിസ്റ്റർ ബിബി ജോർജും കുടുംബവും അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ ആ പ്രിയപ്പെട്ടവർ അത് ചെയ്യുന്നുണ്ട്. അവരുടെ നല്ല ഉദ്യമങ്ങളെ കർത്താവ് മാനിക്കട്ടെ. പക്ഷെ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ദേശത്തുള്ള സകല ടെലിവിഷനുകളിലും ചാനലുകള് ഡൗൺലോഡ് ചെയ്ത് അത് അവർ എത്തിച്ചു കൊടുക്കുവാൻ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. മാത്രമല്ല, ദേശത്ത് മഴ പെയ്യണം. നമുക്കൊന്നിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ദൈവപ്രവൃത്തി ഞങ്ങളുടെ സംസ്ഥാനത്ത് ഉണ്ടാകട്ടെ. മഴ പെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ മഴ പെയ്യട്ടെ. സമൃദ്ധമായ മഴയുണ്ടാകട്ടെ.
എല്ലായിടത്തും പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ആളുകൾക്ക് സൗകര്യം ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. രാജലക്ഷ്മി വിളിച്ചിരിക്കുന്നു. സിസ്റ്റർ വേരിക്കോസിന് പൊട്ടി വേദനയാൽ ഭാരപ്പെടുന്നു. അവരുടെ 13 വർഷമാണ് മുട്ടുവേദനയാൽ ഭാരപ്പെടുന്നു. സഹോദരൻ സ്ഥലം വാങ്ങിയത് മൂലം വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് വിടുതൽ അങ്ങ് ഈ കുടുംബത്തിന് വേണ്ടി നൽകി കൊടുക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നാളെ പ്രഭാതത്തിൽ വീണ്ടും നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി ഒന്നിച്ചൊരുങ്ങും. അല്പം നേരത്തെ എഴുന്നേറ്റ് അല്പം കാപ്പിയൊക്കെ കുടിച്ച് നല്ല ഫ്രഷായി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കണം, ആരാധനയ്ക്ക് വേണ്ടി ഇരിക്കണം. ഇന്ന് പകൽ ദൈവവചനം വായിക്കണം. അല്പസമയം യേശുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. അല്പസമയം യേശുവിനെ ആരാധിക്കണം. ചേർന്ന് പാടിയാട്ട്. വലിയവൻ, ഒന്നുകൂടെ. വലിയവൻ യേശു, വലിയവൻ യേശു, എന്റെ യേശു വലിയവൻ. ഇവിടെ ധാരാളം പ്രാർത്ഥന വിഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പല ഹോസ്പിറ്റലുകളിൽ നിന്ന് പല ഹോസ്പിറ്റൽ അർജന്റായിട്ട് പ്രാർത്ഥന വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സമയത്തിന്റെ പരിമിതിയിൽ ഞങ്ങൾ അഥവാ ഇവിടെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല എങ്കിലും ദൈവമക്കൾ ചേർന്ന് പ്രാർത്ഥിക്കും. ഇത് നിങ്ങളുടെ വിടുതലിന്റെ സമയമാണ്. തുടർന്ന് പ്രാർത്ഥന വിഷയങ്ങൾ വിളിച്ചു പറയുക, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഫ്രണ്ട്സ് ആരാകുട്ടിക്ക് വൈറ്റൽ ട്യൂമർ സ്കാനിങ് റിസൾട്ടിനായി RCCയിൽ പോകുന്നു. കുഴപ്പം ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം ആ സഹോദരിയുടെ മേൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രിയ പിതാവേ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമുക്കായി കരുതിയത് ശ്രേഷ്ഠമായ നന്മകൾ. ഇന്ന് ഓരോരുത്തരുടെ ബിസിനസ്, ജോലികൾ, യാത്രകൾ, പഠനം, ജീവിതത്തിന്റെ സമസ്ത മേഖലകളും യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടേണ്ടത് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എക്സാം എഴുതാൻ പോകുന്നുണ്ട്, വിവിധ ക്ലേശങ്ങളിലൂടെ പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. 2 കരങ്ങളും നാമത്തിൽ ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. We bless everyone in the mighty name of Jesus, that each of them will carry the blessings of God in this generation. ഈ തലമുറയിൽ ഓരോരുത്തരും ദൈവിക അനുഗ്രഹങ്ങൾ വഹിക്കുന്നവരായി മാറട്ടെ. എല്ലാ ഉയർച്ചയും വിടുതലും സൗഖ്യവും സംരക്ഷണവും അവിടുന്ന് ഓരോരുത്തർക്കും നൽകും യേശുവിൻ നാമത്തിൽ പിതാവേ. നാളെ രാവിലെ ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ചൊരുങ്ങണം. അതുവരെ കർത്താവിന്റെ കൃപയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കണം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഇമെയിൽ അയക്കുന്നവർ prayingkerala@gmail.com. ചേർന്ന് പാടിയാട്ട്. നീ അത്ര നല്ലവൻ, ഉയർത്തിയൻ യേശുതൻ കരം, ഉയർത്തിയേ ഇപ്പൊ വന്ന അനേക വിഷയങ്ങൾ എന്റെ പക്കലുണ്ട്. ഞാൻ ഒന്നിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ വിഷയങ്ങളുടെ മേലെ, ജീവിതങ്ങളുടെ മേലെ അങ്ങനെ അത്ഭുത കരം നീട്ടുക. യേശുവിന്റെ സൗഖ്യം വ്യക്തമായി 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 അവരിലുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. ഈ പകൽ അവിടെ ഞങ്ങളെ സഹായിച്ചതിന് ദയക്ക് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ.